عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിൽ ഫായിസീന ബിർലല്ലാഹ്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും എന്നല്ലേ പ്രമാണം. ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി റഹിമഹുല്ലാ പറയുന്നു, നോക്കുക, മൻ അശഖത് ബിദായത്തുഹു അശഖത് നിഹായത്തുഹു. ഒരാളുടെ ആരംഭം അത് ഉജ്ജ്വലമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനം പരിണാമവും വളരെ ഭംഗിയായി തീരുന്നതാണ്. അതെ, ഹിജ്റ കലണ്ടർ പ്രകാരം പുതുവർഷം ആരംഭിച്ചു മുഹറം വന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ചുവടുവെപ്പുകളും വളരെ മനോഹരമാകണം, തിളക്കമുള്ളതാകണം, ആലോചന വിധേയമാകണം. നല്ല നല്ല വിശ്വാസികൾ വ്രതത്തോടെ മുഹറമിനെ സ്വീകരിച്ചവരുമില്ലേ? ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിനോട് മുഹറം 1 മുതലുള്ള നോമ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. മഹാനവരുടെ മറുപടി, ഫഇന്ന സൗമുൽ അശ്റിൽ അവ്വലി മിൻ മുഹറം സുന്നത്തും മുഅക്കദ. അതെ, മുഹറമിലെ ആദ്യത്തെ 10 വ്രതം എന്നത് വളരെ ശക്തിയാർജിച്ച സുന്നത്താണ്. വരാനിരിക്കുന്ന ആശുറയിൻ്റെ അത്ഭുതാവഹമായ രംഗങ്ങളിലേക്ക്, ചിന്തകളിലേക്കൊക്കെ നാം ഒന്ന് തിരികെയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നല്ല നല്ല മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ ചിന്തിച്ച് അത്ഭുതങ്ങളിലേക്ക് അവർ വീണ്ടും വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അതെ, നമുക്ക് ഈ മുഹറമിനെ പുണ്യകർമ്മങ്ങളാൽ വരവേൽക്കണം, പുതുവർഷത്തെ ധന്യമാക്കണം. ചില മഹാന്മാരുമൊക്കെ 3 പ്രധാന പത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അത് റമദാൻ മാസത്തിലെ അവസാനത്തെ 10, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 എന്നവരെ മുഹറത്ത് ആദ്യത്തെ 10 ദിനം. വ്രതത്തിനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയം, അതുമൊക്കെ ഹദീസിലുണ്ട്, റമദാൻ കഴിഞ്ഞാൽ മുഹറമാണെന്ന് പറയുന്നു. ഈ മുഹറമിൽ തന്നെ ആശുറയിന് ലോക ചരിത്രത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. നിരവധി അമ്പിയാക്കന്മാർ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി ഇസ്ലാം, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഒട്ടേറെ അമ്പിയാക്കന്മാരുടെ അത്യുജ്വലമായ ചരിത്രവുമായി കൊണ്ട് ആശുറ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആശുറയിലെ സുന്നത്ത് നോമ്പിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സിയാമി ആശുറ. അപ്പോൾ ഫഖാൽ, നബി തങ്ങളതിന് മറുപടി പറഞ്ഞ, യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അത് പൊറുപ്പിക്കുമെന്നാണ്. മുസ്ലിം ഉദ്ദേശിച്ച ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാമല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എത്തിയപ്പോൾ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടു. ഫസുഇലു അൻ ദാലിക, അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ബനൂ ഇസ്രായേൽ സമൂഹത്തിനും ഫിർഔനിൽ നിന്ന് രക്ഷ കിട്ടിയ ദിനം. ഫനഹ്നു നസൂമുഹു തഅലീമൻ ലഹു, ബഹുമാനാർത്ഥം ഞങ്ങൾ നോമ്പ് നോക്കുകയാണ്. പ്രവാചകന്റെ മറുപടിയുണ്ട്, ഓഹോ, മൂസാ നബിയോട് നിങ്ങളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട് നമ്മളല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശുറാ ദിനത്തിൽ മാത്രമല്ല, ലഇൻ ബഖീതു ഇലാ ഖാബിൻ ലഅസുന്നമ താസിഅ, ഹദീസിലൊക്കെ കാണാം, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം 9-ന്റെ അന്നും നോമ്പ് നോൽക്കും. അതെ, മുഹറം 9, 10 നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ. എന്താ 9-ന് നോമ്പെടുക്കുമെന്ന് മുത്തനബി പറഞ്ഞത്? ഫതുഹുൽ മീനിൽ കാണാം, വൽ ഹിക്മത്തു മുഖാലഫത്തു യഹൂദ്, ഇത് ജൂദായിസത്തോട് എതിരാകുക എന്നതാണ്. കാരണം അവർ 10-ന് എടുക്കുന്നു, അപ്പോൾ 10-ന് മാത്രമല്ല 9-നും. എന്ന് മാത്രമല്ല, ഫതുഹുൽ മീനിന്റെയും വേറെ ഫിഖിന്റെ ഇബാറത്തിൽ കാണാം, വമിൻ തമ്മ സുന്ന ലിമൻ ലം യസുംഹു സൗമുൽ ഹാദി അശ്റ ബൽ ഇൻ സ്വാമഹു ലിഖബരിൻ ഫിഹി. അതെ, 9-ന് നോമ്പെടുക്കാത്തവർക്ക് 11-ന്റെ അന്ന് സുന്നത്തുണ്ട്. ഇനി നോമ്പെടുത്താൽ തന്നെയും 11-ന്റെ അന്ന് സുന്നത്താണ്. അപ്പോൾ 9, 10, 11 നമുക്ക് വ്രതം കൊണ്ട് ഈ പുണ്യ ദിനങ്ങളെ ധന്യമാക്കാം എന്നതുകൂടി ഇവിടെ ഒന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. വെറുതെ അതിനെ സുന്നത്തല്ലേ എന്ന ലാഘവ ചിന്തയോടെ മാറ്റിവെക്കേണ്ടതല്ല. പിന്നെയോ, നമ്മൾ ഹദീസിലൊക്കെ കാണാം, ഇന്ന് ഒട്ടേറെ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഗുണങ്ങൾ ചെയ്യുക, അതായത് മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ
കുടുംബക്കാർക്കും ഒക്കെ ഭക്ഷണ വിശാലത, ഇതൊക്കെ പ്രത്യേകം കാണാൻ കഴിയുന്നു. അൻ ഇബ്രാഹിം അൻ മുഹമ്മദ് ബിൻ മൈസർ റളിയല്ലാഹു ഖാല, അവർ പറയാണ്, ബലഗന, നമുക്ക് വിവരമുണ്ട്, എന്താണ്, അന്ന മം വസ്സഅ അലാ ഇയാലി യൗമ ആശുറ, ആശുറ ദിനത്തിൽ കുടുംബങ്ങൾക്ക് കൂടുതൽ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ വിശാലപ്പെടുത്തി കൊടുത്താൽ, വസ്സഅ അല്ലാഹു അലൈഹി സായിറ സന, ആ വർഷം മറ്റു സമയങ്ങളും ദിനങ്ങളുമൊക്കെ അള്ളാഹു ഇവർക്ക് ധാരാളം വിശാലത നൽകുന്നതാണ്. ഖാല സുഫിയാൻ തങ്ങൾ പറയാണ്, ജറബ്നാഹു വജദ്നാഹു കദാലിക, നമ്മളിതിനെ പരീക്ഷിച്ച് നോക്കി, എന്നാൽ ഈ ഒരു അനുഭവ സത്യം ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞു. വേറെയും ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യണം. യാൻതു താലിബിൻ്റെ ഒരു ഉദ്ധരണിയിൽ കാണാം, ഒരു ജൂതനായ മനുഷ്യൻ ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം മനുഷ്യന് കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ ഈ ദിനം സഹായിച്ചത്. അപ്പോൾ എന്താ ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ആ മുസ്ലിമായ സഹോദരൻ ജൂതൻ അതിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ ആ ജൂതൻ സഹായം നൽകിയെന്നും അദ്ദേഹത്തിന് പിന്നീട് വന്നു ചേർന്ന സൗഭാഗ്യമൊക്കെ അങ്ങനെ നിലക്ക് നോക്കുമ്പോൾ, പൊതുവെ പാവപ്പെട്ടവർക്ക്, ദരിദ്ര വിഭാഗത്തിന്, അവശ്യ വിഭാഗത്തിനൊക്കെ സാമ്പത്തികമായിട്ടും മറ്റു നിലയ്ക്ക് നമുക്ക് ഗുണം ചെയ്യൽ വളരെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അത് പുണ്യദിനാകുമ്പോൾ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് മുഹറം ആശൂറ, ആ ദിവസം അതിൽ നമ്മൾ പ്രത്യേകം ഓർമ്മയുണ്ടാകണം എന്നത് ഒന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്, ഏതായാലും നമ്മുടെ ഈ പുണ്യദിനത്തെ നല്ല രീതിയിൽ വരവേൽക്കാനും വ്രതം കൊണ്ടുമൊക്കെ അതിനെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മൊത്തത്തിൽ ഈ മുഹറമിൻ്റെ ധന്യതയെ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം. നാം പുതുവർഷത്തെ സ്വീകരിച്ചപ്പോൾ വിട പറഞ്ഞ ഒരു വർഷം എങ്ങനെയുണ്ടായിരുന്നു? നാം അതിനെ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയത്? ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? അല്പം ആലോചിക്കേണ്ടതില്ലേ? വക്കാനൽ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹു തആല യഖൂൽ, ഹസൻ ബസ്രി റഹ്മഹുല്ല തങ്ങൾ പറയാണ്, യൗമി യൻഷഖു ഫജ്റു, ഓരോ ദിവസവും പൊട്ടിവിടരുമ്പോൾ യുനാദി മുനാദി, ശബ്ദം അശ്ലീല കേൾക്കാം, ഇബ്ന ആദം അന ഖൽഖുൻ ജദീദ്, ദിവസമാണ് പറയുന്നത്, ഞാനൊരു പുതിയ സൃഷ്ടിപ്പാണ് കേട്ടോ, വഅല അമലിക ഷഹീദ്, താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ സാക്ഷ്യം ആണ്, അതുകൊണ്ട് ഫഗ്തനിംനി ഖബ്ല അൻ അഫൂത്ത്, ഞാൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്നെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണമേ. വകാന യഖൂൽ, ഈ ദിവസം തന്നെ വിളിച്ചു പറയുന്നു, ഇബ്ന ആദം, ഓ ആദം സന്തതികളെ, ഇന്നമാ അന്ത അയ്യാമുൻ, താങ്കളും ചില ദിവസങ്ങളാണ്, അഥവാ ഇദാ ദഹബ യൗമുൻ, ഒരു ദിവസം അങ്ങ് കഴിഞ്ഞാൽ ദഹബ ബഅദു, താങ്കളുടെ അല്പഭാഗം കൊഴിഞ്ഞു പോയി. എന്താണ് സഹോദരങ്ങളെ പറഞ്ഞത്? കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ, ക്രമങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, നമുക്കതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ. പിന്നെ വരുന്ന പുതിയ ദിവസമല്ലേ. നഷ്ടപ്പെട്ടതിനെ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കടന്നു വരുന്ന ഓരോ നിമിഷത്തെയും ദിവസത്തെയും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് ബുദ്ധിമാന്മാരുടെ പതിവ് എങ്കിൽ, നമ്മുടെ യുവത കളിയിലാണ്, വിനോദത്തിലാണ്. ഇപ്പോഴാണെങ്കിൽ വേൾഡ് കപ്പിലാണ്. യുവത മാത്രമോ? ഒരുപക്ഷെ 90-ലേക്ക് എത്തുന്ന വൃദ്ധന്മാരിൽ പോലും ചിലർക്ക് ഹരം, അതെ, ചില താരങ്ങളുടെ പടമൊക്കെ വെച്ച് ഫ്ലെക്സ് പൊക്കി പിടിക്കുവാനും അവരുടെ യൂണിഫോം ധരിക്കുവാനുമൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഇന്നത്തെ ആധുനിക തലമുറയുടെ ഈ മനസ്സൊക്കെ വെറും വിനോദത്തിൻ്റെ പിന്നിൽ തന്നെ മതിയോ? കളിച്ചു തീർക്കേണ്ടതാണോ? ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, കളിയായുള്ളൊരു കളിയുണ്ട്, മരണം എന്നൊരു കളിയുണ്ട്, മഖ്ബറ എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, അങ്ങനെ കളികൾ പലതുണ്ട്. ആരാണ് ഈ കവിത പാടിയത്? കോഴിക്കോട്ടെ സുഫീവരനായിരുന്ന സുലൈമാൻ മുസ്ലിയാർ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളുടെ അടുത്തേക്ക് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ പാടിയത്. എന്നാൽ കുട്ടികൾക്ക് വിനോദം, കളി അല്പം വേണ്ടേ? ചില മഹത്തുക്കൾ കളിക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് മഹാനൂരുടെ ഈ പാട്ടിൻ്റെ അർത്ഥം? അതെ, കളിക്കൊക്കെ പിന്നിൽ വരാനിരിക്കുന്ന കാര്യഗൗരവമുള്ള ഒരു ലോകത്തെക്കുറിച്ചും ഓർമ്മ വേണം.
എന്നതാണ് ഇതിലെ അധ്യാപനമെങ്കിൽ അതെ, വരാനിരിക്കുന്ന ലോകത്തെ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച്, കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.